ത്തിനുള്ള തേജസ്സിനെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത്. ഭർഗോ ദേവസ്യ ധീമഹി. ആ തേജസ്സിനെ ധ്യാനിക്കുന്നത് എന്തിനാണ്? ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാനാണ്. അപ്പം ആദ്യം വേണ്ടത് ധ്യാനമാണ്, രണ്ടാമത് പ്രചോദനമാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ധ്യാനം എന്ന് വെച്ചാൽ ഏകാഗ്രത എന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഇന്ന് ധ്യാനം എന്ന് വെച്ചാൽ നമുക്ക് മറ്റ് പല പടവുകളിൽ കൂടി കടന്നെത്തുന്ന യോഗ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ആയിരിക്കണം എന്നില്ല, അതാവാം. പക്ഷേ ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കലാണ് ധ്യാനം വേണ്ടത്. ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിൽ ആവശ്യം വേണ്ടത് ഏകാഗ്രതയാണ്. ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും എല്ലാം ഒരു വിഷയത്തിലേക്ക് ഏകമായ അഗ്രത്തോടു കൂടിയതായി തീരണം. അങ്ങനെ ആയെങ്കിൽ മാത്രമേ പഠിപ്പ്